നമസ്കാരം. തിരുവനന്തപുരം ബാലരാമപുരത്ത് ഇന്നലെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കുമൊപ്പം ഉറങ്ങാൻ കിടന്ന 2 വയസ്സുകാരിയുടെ ജഡമാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ രാവിലെ കണ്ടെത്തിയത്. കഥകൾ പലതും പറഞ്ഞു നോക്കിയെങ്കിലും ഒടുവിൽ കുട്ടിയെ ജീവനോടെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് അമ്മാവൻ ഹരികുമാറിന്റെ കുറ്റസമ്മത മൊഴി. അത്ര നല്ല ദാമ്പത്യമായിരുന്നില്ല ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടേത്. പോരാത്തതിന് കടബാധ്യതകളും. കസ്റ്റഡിയിലായിരുന്ന അമ്മാവൻ ഒഴികെ എല്ലാവരെയും വിട്ടയച്ചെങ്കിലും ദുരൂഹത ബാക്കിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ ഈ വാക്കുകൾ. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാങ്ങുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. അല്ല, അതിപ്പം പിന്നെ ഏകദേശം വ്യക്തമായിട്ടുള്ളതാണ്. അത് കുറച്ച് അന്വേഷണങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട്. അതിനുശേഷം അറിയിക്കാം. തുടർച്ചയായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന അരും കൊലകൾ അലോസരപ്പെടുത്തുന്നതാണ്. അതിൽ ഒടുവിലത്തേതാകട്ടെ ബാലരാമപുരത്തേത്. ദേവേന്ദുവിനെ കൊന്നത് അമ്മാവൻ ഹരികുമാർ ആണെങ്കിൽ ഈ പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ്? പോലീസ് തിരയുന്ന ഇതേ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് എൻകൗണ്ടർ പ്രൈമും അന്വേഷിക്കുന്നത്. പ്രേക്ഷകർക്ക് സ്വാഗതം. റിട്ടയർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീമതി വീണ എസ് നായർ അല്പസമയത്തിനകം ഈ ചർച്ചയുടെ ഭാഗമാകും. ബാലാവകാശ കമ്മീഷൻ മുൻ അംഗം ശ്രീ നസീർ ചാലിയം ഈ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അവിടുത്തെ വാർഡ് മെമ്പർ ശ്രീ KKM സുനിലും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. ജോർജ് ജോസഫ് സാർ, ഇത് തുടർച്ചയായി എനിക്ക് തോന്നുന്നു 3ാമത്തെ ദിവസമാണ് കേരളത്തിലെ ഒരു ക്രൈമിനെ കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോഴിതാ പുതിയൊരു സംഭവം. യഥാർത്ഥത്തിൽ ഈ പാലക്കാട്ടെ ഇരട്ടക്കൊലപാതകത്തിന്റെ നടുക്കം വിട്ടുമാറുന്നതിന് മുൻപാണ് ഇന്ന് 2 വയസ്സുകാരിയുടെ ജഡം സ്വന്തം വീട് മുറ്റത്തെ കിണറിൽ നിന്ന് കണ്ടെത്തിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. ജോർജ് ജോസഫ് സാർ, നമുക്ക് ഏറ്റവും പുതിയ കണ്ടെത്തലുകളിൽ നിന്ന് വരാം. ഇപ്പോൾ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജി പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. കൊലപ്പെടുത്തിയത് അമ്മാവനാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്മയെ വിട്ടയച്ചിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോഴത് പറയാറായിട്ടില്ല എന്നാണ്. പക്ഷേ അമ്മാവൻ കൊലപാതകം നടത്തിയെന്ന് സമ്മതിക്കുമ്പോഴും, അതായത് രാവിലെ 6 മണിയോടുകൂടി ദേവേന്ദു എന്ന് പറയുന്ന ഈ 2 വയസ്സുകാരി കുഞ്ഞിനെ കിടക്കപ്പായയിൽ നിന്ന് എടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു എന്നാണ് അയാൾ സമ്മതിച്ചിരിക്കുന്നത്. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്? ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയാണോ? അതല്ലെങ്കിൽ എന്തെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധം മറച്ചു വെക്കാനാണോ? ഇങ്ങനെ പല പല സംശയങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. പോലീസ് ആ കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി തന്നിട്ടില്ല. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായത് കൊണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ജോർജ് ജോസഫ് സാർ, ഇതിൽ വളരെ നിർണായകമായി ഇരിക്കുന്നത് സഹോദരനും സഹോദരിയും തമ്മിൽ നടത്തിയിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകളാണെന്ന് പോലീസ് പറയുന്നുണ്ട്. സർവീസിലിരുന്ന ആളെന്ന നിലയിൽ, ദീർഘകാലം പലതരത്തിലുള്ള ഇത്തരം കുറ്റാന്വേഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളെന്ന നിലയിൽ താങ്കൾക്ക് ഈ വന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ വാട്സാപ്പ് ചാറ്റുകൾ ഈ കേസിൽ നിർണായകമാകുന്നത് എന്തുകൊണ്ടാണ്? അതെ, കൃത്യമായ അതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. ആ DYSP ഷാജിയെ അഭിനന്ദിക്കുന്നു ഞാൻ ആദ്യം തുടക്കത്തിൽ. അദ്ദേഹം നന്നായിട്ട് ഇത് പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊരു അറസ്റ്റും നടന്നു. ഇത് ആ വാട്സപ്പ് ചാറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതല്ല. സഹോദരനും സഹോദരിയും തമ്മിലുള്ളതാണ്. അതിൻ്റെ എൻഡാണ് ഈ ഒരു കൊലപാതകം. അതൊരു വൈരാഗ്യം വാശി തീർത്തതാണ്. കാരണം അത് നമുക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. അത് DYSP അദ്ദേഹം നല്ല ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞില്ല. അത് നല്ലതല്ല പറയുന്നത്. ഒറ്റ വാക്കി പറഞ്ഞ, ഞാൻ ഇന്നലെയും നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു. നെന്മാറ കേസിനകത്ത് അവന് രക്തദാഹിയാണ്, അതിനൊരു വാക്ക് പറഞ്ഞിരുന്നു. വാമമാർഗം എന്നൊരു വാക്ക് പറഞ്ഞു. ഇവിടെ ഇപ്പം ഒന്നുകൂടെ ഫ്രോയിഡൻ തിയറിയിൽ എടുക്കുകയാണ്. ഇത് ഒരു ഈഡിപ്പസ് കോംപ്ലക്സ് ആണ്. ഇപ്പം മനസ്സിലായെന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നത് ജോർജ് ജോസഫ് സാർ, അങ്ങനെ നമുക്കതിനെ ഒരു ഇൻസെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയേണ്ടതാണ്. ഇൻസെസ്റ്റ് എന്നൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? എനിക്കറിയില്ല. കൃത്യം വാക്കാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. നോക്കിക്കോളൂ,
അത് ഡിസോർഡറാണ്, ഒരു മെൻ്റൽ ഡിസോർഡറാണ്. അത് തീർച്ചയായും നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങളിലൊക്കെ അപ്പനും അമ്മമാരും ഒക്കെ സ്വന്തം സഹോദരിയും സഹോദരന്മാരും ഒക്കെ ആണെങ്കിലും പല കാര്യത്തിലും റെസ്ട്രിക്ഷൻ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈഡിപ്പൻസ് കോംപ്ലക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. നമ്മൾ ആ പാരമ്പര്യത്തിൽ നിന്ന് വിട്ടുപോയി കേരളത്തിലെ ഇപ്പം വയലൻസിലോട്ട് വന്നു, നമ്മുടെ കലാപ ഭൂമിയായി മാറി നമ്മുടെ സ്കൂളും കോളേജുകളൊക്കെ. അതിനൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. കേരളം വയലൻസിലേക്ക് പോയി കഴിഞ്ഞിരിക്കും. ദൈനംദിനം നമ്മൾ കേൾക്കുകയല്ലേ, ഇപ്പം തുടർച്ചയായിട്ട് 24-ൽ 3 ദിവസം കൊണ്ട് ഞാനിത് പറയുകയാണ്. പക്ഷേ പോലീസ് നല്ല ബെറ്ററായിട്ടുള്ള ജോലി ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം കൃത്യമായ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഷാജിയെ അഭിനന്ദിക്കുന്നത്. അദ്ദേഹം അത്രയൊക്കെ പഠിച്ചിരിക്കുന്നു. അവിടുത്തെ SHOയും ആ ലൈനിൽ വന്നിട്ടുണ്ട്. അത് വെരി ഗുഡ് ഒരു ഇൻവെസ്റ്റിഗേറ്റേഴ്സാണ് അവർ. കറക്റ്റ് ട്രാക്കിൽ വന്നു. അതാണ് തുടക്കത്തിലെ അഭിനന്ദിച്ച് വിടുന്നത്. കാരണം നമ്മളത് പ്രോത്സാഹിപ്പിക്കണം. കാരണം ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇതേപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ സഹോദരി അല്ലെങ്കിൽ ശ്രീധു പറഞ്ഞു, ഒരു ആളിൻ്റെ നിഴൽവട്ടം ആ കിണറിൻ്റെ അടുത്ത് കണ്ടു എന്ന്. അതേസമയത്ത് ഇയാൾ സബ്സിക്വൻ്റായിട്ട് ഈ കൃത്യം ചെയ്ത് തൊട്ട് മുമ്പോ അല്ല അതിന് ശേഷമോ അയാൾ കിടക്കുന്ന മുറിയിലെ കട്ടിൽ കത്തിച്ചു. കാരണം അതൊരു ഈ ഒരു സംഭവത്തെപ്പറ്റി ഒരു ന്യായീകരണം അയാളുടെ മനസ്സിൽ വന്നുകൊണ്ടാണ്. കാരണം അയാളെ ഡൈവേർട്ട് ചെയ്ത് പോകണം, അതുകൊണ്ടാണ് അത് കത്തിച്ചത്. അപ്പോൾ അത് കണ്ടപ്പം തന്നെ എനിക്ക് തോന്നി ഇയാൾ തന്നെ പ്രതിയെന്ന്. ഏതായാലും കറക്റ്റ് ട്രാക്കിൽ DYSP വന്നിരിക്കുന്നു. അത് ഇനി അതേപ്പറ്റി അധികം പറയണ്ട. കാരണം ഇതിനകത്ത് വേറൊരാൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അമ്മ ഏതായാലും ഒരു കാര്യം പറഞ്ഞു. മൂത്ത കുട്ടിയെ എടുത്തുകൊണ്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞപ്പം വല്യമ്മ പറഞ്ഞു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഉടൻ തന്നെ അവർ വെളിയിലിറങ്ങി വന്ന് നോക്കിയപ്പം ഭർത്താവിൻ്റെ കൂടെ ഉറങ്ങിക്കിടന്ന ഈ ഇളയ കൊച്ചിനെ കാണാനില്ല. അവർ തന്നെ 5 മണിക്ക് പോലീസ് സ്റ്റേഷൻ വിളിച്ചു. കാരണം അവർ വേവലാതിപ്പെട്ട് കൊച്ചിനെ കണ്ടില്ല, അവിടെയും കണ്ടില്ല ഇവിടെയും കണ്ടില്ല. വേവലാതിപ്പെട്ട് എന്തോ അപകടം മണത്തുകൊണ്ടായിരിക്കും കൊച്ചിനെ കണ്ടില്ല. പോലീസ് വന്നിട്ട് അവിടെ എല്ലാം നോക്കിയിട്ട് കുട്ടിയെ കണ്ടില്ല. CCTV ദൃശ്യത്തിൽ ആ വീട്ടിലേക്ക് ആരെങ്കിലും വന്നോ വെളിയിലേക്ക് പോയോ അവിടുത്തെ ചുറ്റുവട്ടം മുഴുവൻ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്നേരം തന്നെ നോക്കി. ഇല്ല, വീടിനകത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ നോക്കി കിണർ സംശയിച്ചു. അത് ഫയർഫോഴ്സുകാർ വന്ന് കിണറ്റിൽ നിന്ന് ഡെഡ് ബോഡി എടുത്തു. ഞാൻ വിചാരിച്ചിരുന്നത് അതിനകത്ത് ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു മെൻ്റലായിട്ടുള്ള ഒരാൾ കാണിക്കുന്ന രീതിയിൽ അവിടെ ഒരു കമ്പിയിൽ 3 കയറ് ഒരു സ്ലിപ്പിംഗ് നോട്ട് ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ തൂങ്ങിയാൽ ആൾ ഇന്ന് ഞാനൊരു ചാനലിലെ മലയാളി വാർത്തയിലെ പുള്ളിയുടെ ക്യാമറ ചോദിച്ചപ്പം പറഞ്ഞ്, സാറേ അത് അവിടെ തൂങ്ങിയാൽ അത് പൊട്ടി താഴെ വീഴും, ആ കമ്പിക്ക് അത്ര ബലമില്ല. പക്ഷേ അവിടെ 3 എണ്ണം കിടപ്പുണ്ട്, 3 പേരെ ഉദ്ദേശിച്ച്. അപ്പം 3 ഒരു കുട്ടി മരിച്ചു, ഇനി 3 പേര്. അതാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. ഞാൻ അന്നേ കരുതി. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒരു നല്ല ട്രാക്കിലേക്ക് പോലീസ് പോയിരിക്കുന്നു. ഇവിടെ കൊണ്ട് ജോർജ് ജോസഫ് സാർ, ഇത്രയും താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക്, ഇപ്പോൾ താങ്കളിലെ ഒരു സർവീസ് മാൻ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് 1-2 സംശയങ്ങൾ ചോദിക്കട്ടെ. ഒന്ന്, ഈ ശ്രീധുവും ശ്രീജിത്തും തമ്മിലുള്ള ദാമ്പത്യം സുഖകരമായിരുന്നില്ല, നാട്ടുകാർ പറയുന്നുണ്ട്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശ്രീജിത്ത് എന്ന ഈ 2 പെൺകുട്ടികളുടെ അച്ഛൻ ഇന്നലെയാണ് ആ വീട്ടിലേക്ക് വരുന്നത്. കാരണം അവിടെ അവരുടെ ഈ മുത്തച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ, ബന്ധുക്കളൊക്കെ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ തലേ ദിവസം അവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായിട്ട് ഈ സഹോദരൻ, അതായത് ഈ കേസിലെ 1ാമത്തെ പ്രതി, ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ സഹോദരൻ, അതായത് അമ്മാവൻ ഹരികുമാർ, ഇവർ ഈ കുടുംബത്തിലായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. ഇന്നലെ രാത്രി മാത്രം ഒരു വാട്സാപ്പ് ചാറ്റ് ഉണ്ടാകാനും ആ വാട്സാപ്പ് ചാറ്റിലൂടെ എന്തോ ഒന്ന് സുഖകരമല്ലാത്തൊരു ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകൾ വരാനും പിന്നെ രാവിലെ 6 മണിക്ക് കുട്ടിയെ, ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ എടുത്ത് കിണറ്റിലിടാനും പറ്റുന്ന അച്ഛൻ അവിടെ ഉള്ളപ്പോൾ, കാരണം ഈ 4 പേരെയും കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത്, ജോർജ് ജോസഫ് സാർ, ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഉറപ്പില്ല, പോലീസ് ചോദ്യം ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് കുഞ്ഞ് കിടന്നത് അമ്മയ്ക്കൊപ്പമാണ്, അമ്മ പറഞ്ഞത് കുഞ്ഞിനെ അച്ഛൻ്റെ അടുത്ത് കിടത്തി, അമ്മാവൻ പറഞ്ഞത് കുട്ടി മാതാപിതാക്കൾക്കൊപ്പമാണ് കിടത്തിയത്. അങ്ങനെ പരസ്പര വിരുദ്ധമായ മൊഴികളാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു സാഹചര്യമാണ് ഈ കൊലയ്ക്ക് കാരണമെങ്കിൽ എന്തിന് കൊലപ്പെടുത്തണം? എന്തുകൊണ്ട് അച്ഛൻ ഇത് ആദ്യം കസ്റ്റഡിയിൽ എടുത്തപ്പോൾ തന്നെ ഇത്തരം ഒരു സംശയം പോലീസിനോട് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് ഈ കാര്യത്തിൽ പോലീസിന് ഈ ഒറ്റ ദിവസത്തെ, കാരണം ഇത്രയും കാലം ഈ സഹോദരൻ കഴിഞ്ഞ 3 മാസമായിട്ട് അവിടെയുണ്ട്, ഇന്നലെ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന എന്ത് കാരണമായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക? അങ്ങനെ ചില സംശയങ്ങളില്ലേ ഈ നമ്മളിങ്ങനെ പറയുമ്പോൾ?
അതെ, അത് ചില മെൻ്റൽ ഡിസോർഡർ ഉള്ളവരൊക്കെ അയാൾ ആരെയെങ്കിലും കൊല്ലാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കിട്ടിയില്ലെങ്കിൽ അയാളുടെ ഭാര്യ അയാളുടെ മക്കളെയൊക്കെ കൊല്ലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതെന്താ അങ്ങനെ വരുന്നത്? ആളെ കിട്ടാതെ വന്നാൽ അയാൾക്ക് വേദനപ്പെടുന്ന, അവനെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരെങ്കിലും, അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ എന്ത് ആയിക്കൂടാ ഇവിടെ എങ്കിലും. ഈ ഒരു സംഭവം കാരണം അമ്മ എന്തിനാണ് അങ്ങനെ ഒരു സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് ഇളയ കൊച്ചിനെ കൊണ്ട് കിടത്തി എന്ന് പറഞ്ഞല്ലോ. അവിടെ എന്തെങ്കിലും അവർക്ക് ഹസ്ബൻഡിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കിടത്തൂല. ഇവർ തമ്മിലുള്ള ഒരു ചെറിയ അസ്വാരസ്യങ്ങളുണ്ടായിട്ട് അയാൾ വല്ലപ്പോഴുമൊക്കെ വീട്ടിൽ വരുള്ളൂ. ഇത് ഫാദർലോയുടെ അടിയന്തരത്തിന് അതിൻ്റെ 16ാമത്തെ ദിവസത്തിൽ അദ്ദേഹം വീട്ടിലുണ്ട്. അദ്ദേഹം ആ മരണം അനുവദിച്ച് വന്നിട്ട് പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോലീസ് ഇതിനകത്തൂടെ പോകണം. വേറൊരാളുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ നോക്കട്ടെ. അതുകൊണ്ടാണ് DYSP അങ്ങനെ പറഞ്ഞത്. കാരണം ഇയാളുടെ കാരണം അയാൾ ഇന്ന് ഞാൻ കണ്ടു കാറിലിരുന്ന് അയാൾ പോകുമ്പം കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പ്രതി വളരെ ദുഃഖിതനായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഒരു ജീവനോടൊരു കൊച്ചിനെ എടുത്ത് ഇട്ടത് ഞാൻ വിചാരിച്ചു സ്ട്രാങ്കുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൊച്ചിൻ്റെ കഴുത്ത് ഞെട്ടി അതിനെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് ഇട്ടായിരിക്കും എന്നൂടെ ഒരു സംശയം പറയുകയുണ്ടായിരുന്നു ഞാൻ തുടക്കത്തിൽ നേരത്തെയുള്ള ചർച്ചയിൽ. അപ്പം ഇത് ആ ഒരു സംഭവം നമ്മൾ ആലോചിക്കുമ്പം ഇയാളുടെ ഒറ്റയ്ക്കുള്ള ഇൻവോൾവ്മെൻറ്റ് മാത്രമാണ് എന്ന് കരുതുന്നു ഞാൻ. കാരണം അതുകൊണ്ട് മറ്റാരുടെ ഇൻവോൾവ്മെൻറ്റ് നോക്കട്ടെ, അത് നോക്കണം, തീർച്ചയായിട്ടും നോക്കണം. പക്ഷേ ഒരു പ്രൈമാ ഫേസിയായി നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ അങ്ങനെ ഒരു ചാറ്റ് സ്വന്തം ഡയറക്റ്റ് സിസ്റ്റർ, ബ്ലഡ് റിലേഷനുള്ള ഡയറക്റ്റ് സിസ്റ്ററിൻ്റെ അടുത്ത് കളിക്കായാലും അല്ലാതെ അങ്ങനെ ഇടാൻ പാടില്ല. അത് അയാളുടെ മൈൻഡിനകത്തുള്ള ഒരു സാധനമാണെന്നാണ് അയാൾ. ഒരു ദിവസമായാലും മതി, പല ദിവസമായാലും മതി. അതുകൊണ്ട് അതിൻ്റെ പാരമ്യത്തിലായിരിക്കാം ഇത് ചെയ്തിരിക്കുന്നത് സാധ്യത വളരെ കൂടുതലാണ്. അയാൾ കൺഫസ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് സാമ്പത്തികമായി വളരെയധികം പ്രശ്നങ്ങളുണ്ട്. അവരുടെ കുടുംബ വീട് താഴെയുണ്ട്. ഇത് വാടക വീടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ കുടുംബ വീടിന് ഒരു അറ്റാച്ച്മെൻറ്റ് അതിനൊക്കെ വന്നു, അത് ലേലത്തിലോട്ട് പോകുന്നതെന്ന് അറിഞ്ഞു. ഇവർക്ക് ജീവിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഈ സ്ത്രീ പലരെയും നിന്നും പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സാമ്പത്തിക അല്ല. പക്ഷേ 2 ദിവസം മുമ്പാണ്, അല്ല ജോർജ് ജോസഫ് സാർ, 2 ദിവസം മുൻപാണ് 30 ലക്ഷം രൂപ മോഷണം പോയി എന്ന് പറഞ്ഞൊരു കേസ് ഈ സഹോദരനും സഹോദരിയും കൂടെ, അതായത് ഹരികുമാറും ശ്രീതുവും കൂടെ പോലീസിൽ പോയി പരാതിപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നത് ഇവർ നേരത്തെ ആസൂത്രണം ചെയ്തതാണ് എന്ന് സംശയിക്കാൻ കഴിയും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിൽ ഈ സഹോദരിയെ വേദനിപ്പിക്കാൻ വേണ്ടി കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിലിട്ടു എന്നാണെങ്കിൽ 2 ദിവസം മുൻപ് 30 ലക്ഷം രൂപ കാണാതായി എന്ന് പറഞ്ഞ് പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇത് ഒരു ആസൂത്രണത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടതുണ്ടോ? അങ്ങനെ സംശയിക്കാം, അതിന് കുഴപ്പമില്ല. കാരണം അങ്ങനെ ഒരു പരാതി ഇയാൾ അബ്നോർമൽ ബിഹേവിയറുള്ള ആൾ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. കാരണം അയാളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നതല്ല ഈ സിസ്റ്ററാണ്, സ്വന്തം ബ്രദറാണല്ലോ. അതുകൊണ്ട് അയാളുടെ പല കാര്യത്തിനും ഇവർ വഴങ്ങും. ഇത്ര നാളും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് സിസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് അത് പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത് ആരാണ് പരാതി ഈ 30 ലക്ഷം പോയെന്ന് പറഞ്ഞു. കാരണം 30 ലക്ഷത്തിനുള്ള സോഴ്സ് അവർക്കില്ല. അത് സാമ്പത്തികം വലിയ പ്രശ്നമല്ല. പിന്നെ എങ്ങനെയാണ് കാണാൻ പോയതെന്ന് എനിക്കറിയില്ല. പിന്നെ അവരുടെ വീട് എവിടെയെങ്കിലും സ്ഥലം നമ്മൾ അറിയാതെ എവിടെയെങ്കിലും കച്ചവടം ചെയ്തിട്ടുണ്ടോ എന്നും നമുക്കറിയത്തില്ല. അതൊക്കെ പോലീസ് കുറച്ച് ഡീപ്പായിട്ട് അന്വേഷിക്കട്ടെ. ഏതായാലും അതിനകത്ത് ഇനി ആരെങ്കിലും ഇൻവോൾവ്മെൻറ്റ് കാണാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ഞാൻ. പക്ഷേ സാധ്യത വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അവർ ആ വല്യമ്മയെ വിശ്വസിച്ചാൽ, വല്യമ്മയാണ് പറയുന്ന കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുന്നു, കൊച്ചിനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അപ്പം അന്നേരം അമ്മ ബാത്റൂമിലാണ്, മറ്റേ കൊച്ചിൻ്റെ അടുത്താണ്. അതേസമയത്ത് ഇയാൾ കത്തിച്ചല്ലോ ഇയാളുടെ മുറിയിലെ അയാളുടെ ബെഡ്, കോട്ട് അല്ലെങ്കിൽ കട്ടിൽ കത്തിച്ചിരിക്കുന്നു. അതൊരു മെൻ്റൽ ഡിസോർഡർ തന്നെയാണ് കത്തിച്ച. അത് വേറൊരു ഡൈവേർഷനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഒരു അയാളെ സംബന്ധിച്ചിടത്തോളം അത് കാണിച്ച ഒരു ബ്ലണ്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴും തന്നെ ഞാൻ നിശ്ചയിച്ചു ഒരു ഡൈവേർഷന് വേണ്ടിയിട്ട് വേറെ ആരോ വന്നു എന്നുള്ള ഒരെണ്ണം ധരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ആ കത്തീരിനകത്ത് അവിടെ മണ്ണെണ്ണയുടെ മണമുണ്ടായിരുന്നു. കട്ടിൽ കത്തിച്ചത് അത് അയാളുടെ ആ മെൻ്റൽ ഡിപ്രഷനുള്ള ആളുടെ ചിന്താഗതി ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാനൊക്കെ. അങ്ങനെ തോന്നിയപ്പം കത്തിച്ചത്. അപ്പോൾ ആ കത്തീര് ഈ കുട്ടിയുടെ ഇതുമായിട്ട് തീർച്ചയായിട്ടും ഒരു ബന്ധം ഉണ്ടാവും. കാരണം അത് അവൻ ചെയ്തിട്ട് അവനിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ആദ്യം കോൺട്രഡിക്റ്റ്. കാരണം ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം സഹോദരിക്കുണ്ട്, അമ്മൂമ്മയ്ക്കുണ്ട്, ആ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട്. കാരണം ഇയാളൊരു ചെറിയ മെൻ്റൽ പ്രശ്നമുള്ള ആളാണ്. അത് അവിടുത്തെ NSSൻ്റെ ആൾക്കാരൊക്കെ പറയുകയും ചെയ്യുന്നു.
ഇയാൾ അമ്പലത്തിൽ എന്തോ ഒരു കഴകത്തിൻ്റെ അതിൻ്റെ കൂടെ ചിങ്കിടി നടക്കുന്ന ഒരാൾ, അങ്ങനെ ചെറിയ വരുമാനമേ ഉള്ളൂ അയാൾക്ക്, അല്ലാതെ വേറെ അയാൾക്ക് ഒരു വരുമാനവും ഇല്ല. പക്ഷേ അയാളുടെ മാനസികാവസ്ഥ ഇന്ന് ആ കരയുന്നതിരുന്ന് കണ്ടു കഴിഞ്ഞപ്പം തന്നെ ഒരു ദുഃഖഭാരത്തിൽ തന്നെ വീണ്ടും അത് ഇയാൾ ചിന്തിച്ച് ഇപ്പം സംഭവിച്ചു പോയി, അന്നേരം അങ്ങ് ചെയ്തു പോയി, ആ മണ്ടത്തരം ചെയ്തു പോയി എന്നുള്ള അർത്ഥത്തിലായിരിക്കണം. വളരെ ആ കരച്ചിലെന്ന് പറയുന്നത് വളരെ നമ്മൾക്ക് സങ്കടം നിർത്തും. എനിക്ക് പറ്റിപ്പോയി അങ്ങനെയുള്ള രീതിയിലൊരു കരച്ചിലാണ് ഞാൻ കണ്ടത്. ഏതായാലും ഇതൊക്കെ പരിശോധിക്കണം പോലീസ്. ശരി ശരി ജോർജ് ജോസഫ് സാർ, നമുക്ക് രണ്ടാം ഘട്ടത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ ഈ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞ എല്ലാ സാധ്യതകളും ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ശ്രീമതി വീണ, കേരളത്തിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നത് നമ്മളെ ഈ സാധാരണ ജീവിതം നയിക്കുന്ന സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവിശ്വസനീയമായി തോന്നുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ന് തന്നെ മറ്റൊരു കേസ് ശ്രീമതി വീണ, അതായത് മാസങ്ങൾ പ്രായമുള്ളൊരു കുഞ്ഞിനെ ബക്കറ്റിലിട്ട് അമ്മ കൊന്നു, പിന്നീട് ആ അമ്മ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു കേസ് കേരളത്തിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രീഷ്മ കഷായത്തിൽ പിന്നെ വിഷം കലർത്തി കാമുകനെ കൊന്നത് നമ്മൾ കണ്ടു. ജോളിയുടെ കൊലപാതക രീതികൾ നമ്മൾ കണ്ടു. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് നെന്മാറയിലെ ഇരട്ട കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കേസുകൾ സർവ്വസാധാരണം എന്നതുപോലെ കേരളത്തിൻ്റെ പലയിടങ്ങളിൽ നടക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഈ കേസിൻ്റെ ഒരു സവിശേഷത ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന പോലെയുള്ള അത്രയും മോശപ്പെട്ട ഒരു മോശമായ, ഏറ്റവും മോശമായ, നീചമായ ചില കഥകൾ, ചില വിവരണങ്ങൾ, ചില സംശയങ്ങൾ, ഇതൊക്കെയാണ് ഈ കൊലപാതകത്തിന് കാരണമായി പുറത്തേക്ക് വരുന്നത്. താങ്കൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് ശ്രീമതി വീണ? അല്ല, തീർച്ചയായും ഇവിടെ ജോർജ് സാറ് പറഞ്ഞപ്പോൾ ഇഡിപ്പസ് കോംപ്ലക്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഈ കേരളത്തിലെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഇപ്പം നമ്മൾ ഇലന്തൂർ കേസ് നമ്മളെ ഞെട്ടിപ്പിച്ചൊരു കേസാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ജോളിയുടെ കേസ്, അതുപോലെ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ കേഡൽ ജിൻസന്റെ ആസ്ട്രൽ പ്രൊജക്ഷൻ, പല തരത്തിൽ പല സ്വാധീനങ്ങൾ, ഗ്രീഷ്മയുടെ കേസ്, ഇതിലൊക്കെ ക്രൈം നടന്നിട്ടുണ്ട്. പല കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കാറ്റലൈസ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കേരള സമൂഹത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡീഗ്രഡേഷൻ, അത് സൊസൈറ്റലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡീഗ്രഡേഷൻ, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡീഗ്രഡേഷൻ ഒക്കെ വല്ലാത്തൊരു താളം തെറ്റിയ അവസ്ഥയിലേക്ക് ഈ സമൂഹത്തിനെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാൻ 2 പ്രധാനപ്പെട്ട കണക്കുകൾ എനിക്ക് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ചാണ്ടി ഉമ്മൻ MLA ചോദ്യം നമ്പർ 117 10/6/2024 ചോദിച്ചൊരു ചോദ്യം, അതായത് കുട്ടികൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. അതിൽ 2018 3781 കേസുകൾ വന്നു, തീർപ്പാക്കിയത് 2407. 2023 ആയപ്പോഴേക്കും 5473 ആകുന്നു. 1356 കേസുകൾ മാത്രമാണ് തീർപ്പാക്കുന്നത്. ഇനി കേരളത്തിലെ ഒരു സ്ത്രീ, ഇപ്പം നമ്മൾ പൊതുവെയുള്ള ഒരു ക്രൈമിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് വരുന്നതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ തന്നെ കേരളത്തിലെ ഹൈക്കോടതിയിൽ മൂവ് ചെയ്ത് അവരുടെ ഭർത്താവും പേരൻസ് ഇൻ ലോ അവർ എങ്ങനെയാണ് ഒരു നല്ല ആൺകുട്ടിയെ കൺസീവ് ചെയ്യുന്നതിനെ കുറിച്ച് ഇവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ വിലക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഒരു കേസ് ഒരു സ്ത്രീ കൊടുത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് നിയമസഭയിൽ ചോദിച്ച മറ്റൊരു ചോദ്യം 10/6/2024 ചോദ്യം, 118 നമ്പർ ചോദ്യമായിട്ട്, മുൻ സർക്കാരിൻ്റെ കാലം മുതൽ നാളിതുവരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ എടുത്തിട്ടുള്ള കേസുകൾ, അതിക്രമങ്ങൾ എടുത്തിട്ടുള്ള കേസുകളുടെ കണക്ക് 1,34,917. നിങ്ങൾ ശ്രദ്ധിക്കണം, 1,34,917, അതായത് മുൻ സർക്കാർ മുതൽ ഈ സർക്കാർ വരെ ഇതുവരെ. അതിൽ 5,651 കേസുകളിൽ മാത്രമാണ് പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചിട്ടുള്ളത്. 1,34,900, അതായത് 1,35,000 കേസിൽ 5,651 കേസുകളിൽ മാത്രമാണ് പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചിട്ടുള്ളത്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 2024 ഡിസംബർ വരെ നമ്മുടെ കേരളത്തിൽ 2
ഫീറ്റിസൈഡ് നടന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഒരു ഹോസ്പിറ്റലിൽ പോലും സെക്സ് ഡിറ്റർമിനേഷൻ നടത്താത്ത കേരളം എന്ന് പറയുന്ന ഇത്രയും പുരോഗതിയുള്ള സംസ്ഥാനത്ത് 2 ഫീറ്റിസൈഡ് നടന്നിട്ടുണ്ട് എന്ന് പോലീസ് ഡേറ്റ തന്നെ പറയുന്നു. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് അടിസ്ഥാനത്തിൽ കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 10 കേസ് 2024, അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കല്യാണം കഴിച്ച് 2024 10 കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി ഇൻഫൻറ്റിസൈഡ്, കുട്ടികളുടെ ഇൻഫൻസിൻ്റെ കൊലപാതകം 2023 33 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2024 ഡിസംബർ വരെ 23 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ റേപ്പ് കേസ് 2020 ഡിസംബർ വരെ 2161 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങോട്ടാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത്? ഭയങ്കര അലാമിംഗ് ആയിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത. സാധാരണ നമ്മൾ ഈ കേരളത്തിന്റെ ക്രൈം റേറ്റുകൾ കൂടുന്നു എന്നത് ചർച്ച ചെയ്യുമ്പോൾ പൊതുവിലായി നമ്മൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ്, മറ്റ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ കുറെ കൂടി വളരെ പ്രോഗ്രസീവായ ഒരു സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഇതുപോലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ വളരെ കൊടും ക്രൂരകൃത്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ നിലയിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നോക്കുമ്പോൾ എപ്പോഴും കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നു. അതൊരു പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ലക്ഷണമായിട്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. ആ ഗണത്തിൽപ്പെടുത്താൻ കഴിയുന്നതാണോ താങ്കളെ അവതരിപ്പിച്ച കണക്കുകൾ? പക്ഷേ അപ്പോൾ നമ്മുടെ ലോ എൻഫോഴ്സിംഗ് ഏജൻസീസ് എത്രത്തോളം ശക്തമാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അല്ല, പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ലക്ഷണം ക്രൈം റേറ്റ് രേഖപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ ക്രൈം റേറ്റ് അത് ഗ്രാജുവലി അതിനകത്ത് കണക്കിൽ കുറവ് കൊണ്ടുവരിക. അതായത് ക്രൈം റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയോ? ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് ആക്ഷൻ പോലീസിൻ്റെയും അതുപോലെ ജുഡീഷ്യറിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്ത് നിന്ന് എടുത്ത് ഗ്രാജുവലി ഇത് ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ എന്തെങ്കിലും നടപടികൾ എടുക്കുന്നു എന്ന് ട്രെൻഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകണ്ടേ? അങ്ങനെയല്ലല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കൂടി വരികയല്ലേ. ഒരു ഗ്രാഫ് വരച്ചാൽ മുകളിലോട്ട് കയറിപ്പോക്കൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ടൊരു ഡിഫറെൻറ്റ് ഒഫൻസസ് മുകളിലോട്ട് ഗ്രാഫ് കയറി പോവുകയാണെങ്കിൽ അത് പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ലക്ഷണമാണെന്ന് പറഞ്ഞ് നിർവൃതിയാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? അതാണോ ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ശരിയായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു, അത് ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെട്ടാൽ ആ കുറ്റകൃത്യങ്ങൾ തടയപ്പെടും എന്ന ഒരു ഐഡിയയുടെ പുറത്താണ്, എന്നൊരു ആശയത്തിന്റെ പുറത്താണ് ഈ ചർച്ചയെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പ്രോഗ്രസീവ് ഗ്രാഫ് അല്ല ഉണ്ടാവുക. നേരെ തിരിച്ച് ക്രൈം റേറ്റ് കുറയുന്നതാണ് ഉണ്ടാവുക. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവിടുത്തെ കുറ്റവാളികളുടെ പെരുമാറ്റം. നിങ്ങൾ എന്നെ 100 വർഷം തടവിലിട്ട് ശിക്ഷിച്ചോളൂ എന്ന് പറയുന്ന, ഈ കൊന്ന് 2 ഇരട്ട കൊലപാതകം നടത്തി ജയിലിലെത്തി കോഴിയും ജയിലിലെത്തി ചോറും കോഴിക്കറിയും കിട്ടണമെന്ന് ആവശ്യപ്പെടുന്ന, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറയുന്ന ക്രിമിനലുകളും, താങ്കൾ പറഞ്ഞതുപോലെ ആസ്ട്രൽ പ്രൊജക്ഷൻസ് പോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട് ഞാൻ ഇവരെയൊക്കെ കൊന്ന് എനിക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും എന്ന് കരുതുന്നവരും, മന്ത്രവാദികളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിന്നാലെ പോയി അവർ പറയുന്നത് കേട്ട് സ്വന്തം ചോരയിൽ പിറന്നവരെ കുരുതിക്ക് കൊടുക്കുന്നവരും ഒക്കെ അടങ്ങുന്ന ദുരൂഹമായ ഒരു സമൂഹമായി കേരളം മാറിയിരിക്കുന്നതാണ്. ദാറ്റ് ഷുഡ് ബി ദ പോയിന്റ് വിച്ച് ഷുഡ് ബി ദ പ്രൈം ഫോക്കസ് ഓഫ് ദി ഡിസ്കഷൻ. താങ്കൾ പറഞ്ഞ ഭാഗം അനുസരിച്ചാണെങ്കിൽ, അതല്ലാതെ ക്രൈം റേറ്റ് കുറയ്ക്കാൻ നമുക്ക് മതിയായ ശിക്ഷ കൊടുത്താൽ കഴിയുമെന്നത്, ദാറ്റ് ഈസ് എൻ ഐഡിയ വിച്ച് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക് എനിവെയർ ഇൻ ദ സൊസൈറ്റി. അല്ല, ഈ ഇടയ്ക്ക് ഒരു അമ്മയെ കൊന്ന മകൻ, നിങ്ങൾ എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഞാൻ നിങ്ങളെ കൊല്ലുന്നത് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ സമൂഹത്തിലെ സോഷ്യോളജിസ്റ്റുകൾ ഈ സൊസൈറ്റിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഡീഗ്രഡേഷൻ, അതിനകത്ത് കോസറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ്, അതിനെ എങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം, ഇതിനെക്കുറിച്ച് അഗാധമായ രീതിയിൽ പഠിക്കേണ്ട, നമ്മൾ ശാസ്ത്രവും അതുപോലെ കണക്കും പഠിക്കുന്നത് പോലെ തന്നെ സൊസൈറ്റിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികൾ, നമുക്ക് നല്ലൊരു സമൂഹം ഉണ്ടായാൽ മാത്രമേ നല്ലൊരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ സാറ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് അത് ഏത് രീതിയിൽ തന്നെ ആയാലും, മാനസികാവസ്ഥയുടെ പ്രശ്നങ്ങളായാലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ഇതൊരു സിവിലൈസ്ഡ് സൊസൈറ്റി അല്ലേ, നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി അല്ലേ? ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്ന അല്ലെങ്കിൽ
എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ അല്ല എങ്കിൽ എവിടെയാണ് നമുക്ക് അത് ഡെഫിനറ്റ്ലി താങ്കൾ പറഞ്ഞത് അത് ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടതാണ്. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന കാര്യം തിരുത്തേണ്ടതാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച രീതിയിലല്ല ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാലും ഞാൻ താങ്കളോട് യോജിക്കുന്നുണ്ട്. ബാലാവകാശ കമ്മീഷൻ മുൻ അംഗം ശ്രീ നസീർ ചാലിയും അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറായ ശ്രീ KKM സുനിൽ എന്നിവർ കൂടി ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ വളരെ ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മാവൻ ഹരികുമാറിന്റെ മൊഴിയാണ് പോലീസിന് മുന്നിലുള്ളത്. പക്ഷേ അതിന് പിന്നിൽ ദുരൂഹമായി നിൽക്കുന്ന ഒരു കഥ ജീവനോടെ നിൽക്കുന്നുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ആ കഥയുടെ ഉള്ളറകൾ കൂടി പരിശോധിക്കുകയായിരുന്നു ഈ ചർച്ചയുടെ ഉദ്ദേശം. ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ആ ചോദ്യങ്ങളിലേക്ക് വെളിച്ചം വീശാൻ ഈ ചർച്ച കൊണ്ട് കഴിയുമെന്ന് നമുക്ക് നോക്കാം. 2ാം ഘട്ടത്തിൽ ഈ ചർച്ചയിൽ മറ്റതിഥികളും ചേരും. നമ്മളോടൊപ്പം ഇനി തുടരുന്നത് ബാലാവകാശ കമ്മീഷൻ മുൻ അംഗം നസീർ ചാലിയം, അതോടൊപ്പം തന്നെ ബാലരാമപുരം പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ശ്രീ KKM സുനിൽ എന്നിവരാണ്. ശ്രീ നസീർ ചാലിയം, ഈ കേസിൽ എന്താണ് ബാലാവകാശ കമ്മീഷൻ ചെയ്യാനുള്ളത്, ചെയ്യേണ്ടത്? ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റവും പ്രാഥമികമായ ഘട്ടത്തിലാണുള്ളത്. ഇപ്പോൾ ഒരു അറസ്റ്റ് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ആ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ വീണ്ടും കസ്റ്റഡിയിലെടുത്തുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ ഫോണിലെ വാട്സപ്പ് ചാറ്റുകൾ കൂടുതൽ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ ഇതിൻ്റെ കേസിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാനാവൂ. എത്ര പ്രതികൾക്ക് ആർക്കൊക്കെ ഇതിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായി കിട്ടും. പക്ഷേ ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നത് നമ്മുടെ കേരള സമൂഹത്തിൽ നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ കേരള സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഈ പുതിയ പ്രവണതയിൽ ഏറ്റവും അധികം വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത് കുട്ടികളാണ് എന്നുള്ളതാണ്. കാരണം വീടുകളിലെ ഡൊമസ്റ്റിക് വയലൻസ് നടക്കുമ്പോൾ, അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ, അതുകൂടാതെ ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ വഴിവിട്ട ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഏറ്റവും ആദ്യമായി അതിൻ്റെ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ, അതിൻ്റെ ഇരകളായി മാറുന്നത് കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പോൾ ഇതേ സംബന്ധിച്ച് നമുക്ക് പല പല തലങ്ങളിലൂടെയാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനുള്ളത്. അതിലേറ്റവും പ്രധാനം, നമുക്കൊരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു കുറ്റകൃത്യത്തെ തടയുന്നതിൽ നമുക്ക് മറ്റുള്ള മാർഗങ്ങളും ഈ സിവിൽ സൊസൈറ്റിയുടെ പങ്കാളിത്തവും അതൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ കൂടി ലോ മെക്കാനിസം, അത് ലീഗൽ, അതായത് ഇതിൻ്റെ ഈ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി, അതോടൊപ്പം തന്നെ കോടതികളടക്കമുള്ള നിയമ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ കേസുകളുടെ ക്രൈം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ കാണുന്ന ഈ വർധനവ്, അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ എത്ര കേസുകൾ തീർപ്പാക്കുന്നു, അതിൻ്റെ കൺവിക്ഷൻ റേറ്റ്. നമുക്ക് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു വിഷയം, ഇവിടെ ഈ കേസുകൾ കോടതികളിലെത്തുന്ന കാലതാമസങ്ങളുണ്ട്. പോലീസിൻ്റെ അന്വേഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുള്ള കാലതാമസം വരുന്നുണ്ട്. കോടതികളിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ആ കേസുകൾ തീർപ്പാക്കുന്നതിലുള്ള ഒരു വലിയ കാലതാമസം, ഇത് പലപ്പോഴും ആ പ്രോസിക്യൂഷനെ ഒരു സക്സസ്ഫുൾ പ്രോസിക്യൂഷൻ നടക്കാതെ പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇന്ന് നമുക്ക് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങളെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക കോടതികൾ രൂപീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും കോടതികളുണ്ട്. പക്ഷേ ഈ കോടതികളിൽ പിന്നെ എത്രയും പെട്ടെന്ന് ഈ താമസം വിന ഈ കേസുകളെ തീർപ്പാക്കുന്നതിൽ നമ്മുടെ നിയമ സംവിധാനത്തിന് വലിയ ഒരു പരാജയം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം കുറ്റവാളികൾക്ക് നമുക്ക് ഏതെല്ലാം തരങ്ങളിൽ നമ്മൾ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്താലും ഒരു ശക്തമായ ഒരു പണിഷ്മെൻറ്റ് അതിലെ പ്രതികൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ സമൂഹത്തിനും അതോടൊപ്പം തന്നെ ഒരു കൃത്യമായ ഒരു ബോധം, നമുക്ക് ഒരു മെസ്സേജ് ആ സൊസൈറ്റിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇന്ന് കോടതികളിലുള്ള ഈ കൺവിക്ഷൻ റേറ്റ് വളരെ കുറവായിട്ടാണ് പലപ്പോഴും നമുക്ക് ഡാറ്റകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഈ ഇത്തരം കോടതികളിലൊക്കെ ഒരു സെറ്റിലായ കേസുകൾ ആദ്യം എടുത്ത് തീർപ്പാക്കുമ്പോൾ നമുക്ക് നാഷണൽ കൺവിക്ഷൻ റേറ്റ് എടുത്ത് നോക്കുമ്പോൾ അക്വിറ്റൽ റേറ്റാണ് കൂടുതലായി കാണുന്നത്. കണ്ടസ്റ്റിംഗ് കേസുകളാകുമ്പോൾ കുറേ നീണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഈ കേസുകൾ സമയബന്ധിതമായി ആ സ്റ്റാറ്റ്യൂട്ടിൽ, പ്രത്യേകിച്ച് ഈ പോക്സോ ആക്ടിലൊക്കെ പറയുന്ന സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. താങ്കൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ വളരെ ശരിയാണ്. കാരണം കുട്ടികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കൂടുന്നു, ഈ കൺവിക്ഷൻ റേറ്റ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കണക്കുകൾ നോക്കുമ്പോൾ കുറയുന്നു. പല കാരണങ്ങൾ അതിനുണ്ടാകാം.
പക്ഷേ ഇവിടെ മാതൃകാപരമായി ശിക്ഷിക്കുന്നു, ആ ശിക്ഷ കണ്ട് സമൂഹം ഒരു അച്ചടക്കത്തിലേക്ക് പോകുന്നു എന്ന ഒരു രീതിയല്ല ഈ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ സമൂഹത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീമതി വീണ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം അമ്മയോട് എന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് ശപിച്ചുകൊണ്ട് അമ്മയെ കൊലപ്പെടുത്തുന്ന മയക്കുമരുന്നിന് അടിമയായ മകൻ, ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട് അനാചാരങ്ങളുടെ ഭാഗമായി മന്ത്രവാദത്തിലൊക്കെ അടിമപ്പെട്ട് കൊല ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തുന്നവർ, രക്തദാഹികളായിട്ടുള്ള ആളുകൾ, മനോനില തെറ്റിയവർ, ഇങ്ങനെ വിവിധ കാറ്റഗറിയിൽ പെടുന്ന കേരളത്തിൽ സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വൈവിധ്യം നിറഞ്ഞതാണ് ഈ കൊലയ്ക്ക് ഓരോന്നിന് പിന്നിലുമുള്ള കാരണങ്ങൾ. അപ്പോൾ മതിയായ ശിക്ഷ നൽകുന്നു, മാതൃകാപരമായി ശിക്ഷിക്കുന്നു, അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരും എന്നൊരു ആശാവഹമായ സ്ഥിതിവിശേഷം കേരളത്തിൽ ഇപ്പോൾ ഇല്ലല്ലോ. കുട്ടികളുടെ കാര്യം എടുക്കാം. അവിടെ കുറച്ചുകൂടി ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും. അവിടെ കുട്ടികൾ സ്വതന്ത്രമായി വളരാനുള്ള സാഹചര്യമുണ്ട്. സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം വളരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നേരത്തെ വീണ പറഞ്ഞതുപോലെ ഇതിൻ്റെ സാമൂഹിക കാരണങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അതൊന്നുമല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണല്ലോ ഈ 2.5 വയസ്സുകാരി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ ബാലാവകാശ കമ്മീഷന് എന്തിടപെടലാണ് നടത്താൻ കഴിയുക? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ നമ്മുടെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനങ്ങൾ, പിന്നെ ഇതുകൊണ്ട് മാത്രം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയുമെന്നല്ല. ഒരു അടിസ്ഥാനപരമായി നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഒരു നിയമവാഴ്ച നിലനിൽക്കുന്ന സമൂഹത്തിൽ ഇത്തരം സംവിധാനങ്ങളുടെ ശക്തമായ ഇടപെടലും അതോടൊപ്പം തന്നെ അവരുടെ ഒരു സമയബന്ധിതമായ തീർപ്പ് കൽപ്പിക്കലും കേസുകൾ ഉണ്ടാകണമെന്നുള്ളതാണ്. പക്ഷേ ഇത് എല്ലാ അർത്ഥത്തിലും, കാരണം പൊതുസമൂഹത്തിൻ്റെ ഇടപെടൽ, അതോടൊപ്പം തന്നെ സ്കൂളുകളിലെ കൗൺസിലിംഗ് സംവിധാനങ്ങൾ എന്ന് വേണ്ട സമൂഹത്തിലെ ഈ കുട്ടികളുമായി ബന്ധപ്പെടുന്ന മേഖലകളിലുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു തുടക്കം മുതലുള്ള ശ്രദ്ധയും ഒരു അറ്റൻഷനും വരേണ്ട ഒരു സാഹചര്യം ഇതിലുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പോലീസ് സംവിധാനത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിനൊക്കെ ഒരു കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ മാത്രമേ അതിൽ ഇടപെട്ട് ഒരു നിലപാടെടുക്കുവാനോ നടപടിയിലേക്കോ പോകാൻ പറ്റൂ. പക്ഷെ അതിലപ്പുറം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരത്തെ കണ്ടറിയുന്നതിന്, നേരത്തെ നമുക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ട പലതരത്തിലുള്ള നോൺ ഗവൺമെൻറ്റൽ സംവിധാനങ്ങളെ കൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന ആളുകളെ ഗ്രാസ് റൂട്ട് തലങ്ങളിൽ തന്നെ കുടുംബശ്രീ സംവിധാനം, അതുപോലെ ജാഗ്രതാ സമിതി, അതുപോലെ തന്നെ ഈ റെസിഡൻസ് അസോസിയേഷൻ അടക്കമുള്ള സിവിൽ സൊസൈറ്റിയുടെ പൂർണ്ണ പങ്കാളിത്തത്തോടുകൂടി അത്തരം വിഷയങ്ങൾ എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലകളിലും അഡ്രസ്സ് ചെയ്യപ്പെടണം. അപ്പോൾ നമുക്ക് എനിക്ക് ഈ കമ്മീഷനുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ, അതിൽ നമ്മുടെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ പരിമിതികളാണ് യഥാർത്ഥത്തിൽ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഇപ്പം നമുക്ക് പിന്നെ ഈ റെസിഡൻസ് അസോസിയേഷന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഗ്രാമസഭകൾ, പഞ്ചായത്ത് തലങ്ങളിൽ താഴെ, അത് ഏറ്റവും ഗ്രാസ് റൂട്ട് തലങ്ങളിലുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ശരി. അത് ശരിയാണ്. പക്ഷെ അങ്ങനെയൊന്നും ആകുന്നില്ല. കാരണം ഈ സാങ്കേതിക വിദ്യ, വാട്സാപ്പ് പോലെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ സ്വയം ഒരു ലോകമായി മാറുന്നു. ആ ലോകത്ത് അവരുടേതായിട്ടുള്ള ആളുകളെ മാത്രം, പരിമിതമായ ആളുകളെ ഉൾപ്പെടുത്തുന്നു. പിന്നെ അവർ അവരുടെ നിയമങ്ങൾ നിശ്ചയിക്കുന്നു എന്നൊക്കെ രീതിയിൽ സമൂഹം കുറെ കൂടി സങ്കീർണമായി മാറിയിട്ടുണ്ട്. അതാണല്ലോ നമ്മുടെ മുന്നിലുള്ളൊരു റിയാലിറ്റി. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഒരു സെക്കൻഡ്, ഞാൻ ബാലരാമപുരത്തെ പഞ്ചായത്ത് വാർഡ് അംഗം ശ്രീ KKM സുനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, വാർഡ് മെമ്പർ. ശ്രീ സുനിൽ, ഈ കുടുംബത്തെക്കുറിച്ച്, അതായത് ശ്രീതു ശ്രീജിത്ത് കുടുംബത്തെക്കുറിച്ച്, ദമ്പതികൾ, അവർക്ക് 2 മക്കൾ, അതിലൊരു കുഞ്ഞാണ് ഇന്ന് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്, അവരെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ താങ്കൾക്ക് അറിയാം? സാർ, ഇവർ താമസിക്കുന്നത് എൻ്റെ വാർഡിലാണ്. ഇവരുടെ കുടുംബ വീട് മിടാനൂർ കുണം കുളവറ വിളാകം ഭാഗത്താണ്. അതായത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും കഷ്ടിച്ചൊരു 300 മീറ്റർ മാറി ഏലാക്കര ഭാഗത്താണ് അവരുടെ കുടുംബ വീടായിരുന്നത്. ഇപ്പോൾ ഒരു 3 വർഷമായി കോട്ടുകാൽക്കോണം ജംഗ്ഷനിൽ വീടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. അതിനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ കുട്ടിയുടെ മുത്തശ്ശി, അതായത് ശ്രീകല എന്ന രാഗിണി കോട്ടുകാൽക്കോണം മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിൽ കഴകമായി ജോലിക്ക് കയറിയപ്പോൾ വെളുപ്പിന് 5 മണിക്ക് മുമ്പ് ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്നുള്ളത് കൊണ്ട് സൗകര്യാർത്ഥമാണ് വാടകയ്ക്കെടുത്ത് അവർ താമസത്തിലൂടെ വന്നത്. പക്ഷേ വളരെ മാന്യമായി കഴിഞ്ഞിരുന്ന ഒരു നല്ല കുടുംബമാണ്. വേറെ ഒരു ക്രിമിനൽ പശ്ചാത്തലമോ മറ്റ് അയൽവാസികളുമായിട്ടുള്ളൊരു വഴക്കിടുന്ന ഒരു സ്വഭാവമോ ഉള്ള കുടുംബാംഗങ്ങളോ ഒന്നും തന്നെയല്ല. പക്ഷേ ഇപ്പോൾ ഒരു 3 വർഷക്കാലത്തിനിടയിൽ ഒരു 2 വർഷത്തോളമായി ഈ മരിച്ചുപോയ കുട്ടിയുടെ അമ്മ ശ്രീതു ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥയായി ജോലിക്ക് കയറി എന്ന് പറഞ്ഞത് മുതലാണ്
ഈ വീട്ടിൻ്റെ ജീവിതത്തിൻ്റെ താളക്രമം നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്ല, ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ശ്രീതു സാമ്പത്തികമായി ദേവസ്വം ബോർഡിൽ വലിയൊരു ഉദ്യോഗസ്ഥയായി ബാധ്യതയുണ്ട്. കയറിയിരുന്നു. അത് അവിടെ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും അവർ പണം കൈപ്പറ്റിയിരുന്നുവെന്നും അങ്ങനെ ഒരു തട്ടിപ്പ് അവർ നടത്തിയെന്നുള്ള ആക്ഷേപം അവരെ കുറിച്ചുണ്ട് എന്നും നാട്ടുകാരിൽ ചിലർ പറയുന്നതായി കേട്ടു. വസ്തുതയാണോ അത്? അത് വസ്തുതയാണ്. കാരണം ഈ കുട്ടി ഇവിടെ ആളുകളോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ഉദ്യോഗസ്ഥയാണ് ഞാൻ വിചാരിച്ചാൽ പലരെയും ജോലിക്ക് കയറ്റാൻ കഴിയും എന്നുള്ള ധാരണ പരത്തി ഇവിടെ പലരിൽ നിന്ന്, അവിടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ചിലരിൽ നിന്ന് കാശുകൾ ആവശ്യപ്പെട്ടതും ചിലരിൽ നിന്ന് വാങ്ങിയതുമായും വളരെ വ്യക്തമായി എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരി. അതേപോലെ തന്നെ ഇപ്പോൾ അല്ല സുനിൽ, ശ്രീ സുനിൽ, ഇതിനകത്ത് 3 മാസം മുൻപ് ഈ ഹരികുമാർ എന്ന ഈ കേസിലെ പ്രതി, അതായത് ശ്രീതുവിന്റെ സഹോദരൻ, അവർക്കിടയിലുള്ള വാട്സാപ്പ് ചാറ്റുകളാണ് നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവുകളായി പോലീസിന് മുന്നിൽ ഇപ്പോഴുള്ളത്. ഈ ചെറുപ്പക്കാരൻ, ഈ ഹരികുമാർ 3 മാസം മുൻപ് ആലപ്പുഴയിലെ ഒരു ജ്യോതിഷിയുടെ, ഒരു ജ്യോത്സ്യന്റെ കൂടെ നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഇതിലെവിടെയെങ്കിലും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെയോ മന്ത്രവാദത്തിൻ്റെയോ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെയോ ഒരു ഘടകം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്നൊരു സംശയം ഈ വാർഡ് മെമ്പർ എന്ന നിലയിൽ താങ്കൾക്കുണ്ടോ? അങ്ങനെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുള്ളതായി താങ്കൾക്ക് എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ താങ്കൾ? ഇല്ല സാർ, ഇതിപ്പോൾ ഞാനത് ഇപ്പോൾ കേൾക്കുന്ന സംഭവം, ഈ മരണവുമായി ബന്ധപ്പെട്ട ഒരു ആശ്രമത്തിൽ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നല്ലാതെ ഇവർ ആശ്രമ ജീവിതം നയിച്ചവരാണ്, ഇതുവരെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. സാമ്പത്തികമായ വിഷയം ഉണ്ടായപ്പോഴേക്കും ചില കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ ഒരു 3 ആഴ്ചയോളം ഇവിടെ നിന്ന് മാറി അജ്ഞാതമായി താമസിക്കാൻ പോയി. അത് ആശ്രമത്തിലേക്കാണോ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും അവർ ഒരു രാത്രിയിൽ ഈ വാടക വീട്ടിൽ വരികയും ചെയ്തിട്ടുള്ളതാണ്. ഈ ശ്രീതുവും ശ്രീജിത്തും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തായിരുന്നു? അതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആർക്കെങ്കിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ടോ? കാരണം അയാൾ വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന ആളായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. സാർ, ശ്രീതുവും അയാളുടെ ഭർത്താവും തമ്മിലെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് ജനിച്ച് കുറേ നാളുകൾ കഴിയുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും 2 വീടുകളിലാണ് താമസം. ഇവർ ഒരുമിച്ചൊന്നുമില്ല. ഈ ശ്രീതുവിൻ്റെ ഭർത്താവ് ഇവിടെ വന്നത് തന്നെ ശ്രീതുവിൻ്റെ അച്ഛൻ ഉദയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ആ മരണാനന്തര ചടങ്ങുകൾ 6-നോ 7-നോ നടന്നു. അന്ന് അത് കഴിഞ്ഞ് വീട്ടിലെ ആളുകൾ, ബന്ധുക്കളെല്ലാം കൂടെ ഇരുന്ന് കണക്കുകൾ പരിശോധിക്കുമ്പോഴേക്കും ഏതാണ്ട് 1/2 കോടിയോളം രൂപയുടെ ബാധ്യത, 50 ലക്ഷത്തിൽ പരം രൂപയുടെ ബാധ്യത ഉള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ ശ്രീതുവിൻ്റെ ഭർത്താവിൻ്റെ ആളുകൾ അയാളെ ഇവിടെ നിർത്താൻ തയ്യാറായില്ല. കാരണം നാട്ടുകാർ പൈസയ്ക്ക് അയാളെ വന്ന് കമ്പൽ ചെയ്യും എന്നുള്ളത് കൊണ്ട് നിർത്താതെ പറഞ്ഞു വിട്ടു. അങ്ങനെയാണ് ഇറങ്ങിയത്. അതിനുശേഷം അയാൾ വരുന്നത് ഇന്ന് 16 അടിയന്തരം നടക്കേണ്ട വീടാണ്. ഇന്നലെ അയാൾ വന്നതാണ്. അല്ലാതെ ഈ നാടുമായി അയാൾക്കൊരു ബന്ധമില്ല, നാട്ടുകാർക്കും അയാളുമായി യാതൊരു ബന്ധവും തന്നെ ഉള്ളതല്ല. ഈ ശ്രീതുവും സഹോദരനും തമ്മിലുള്ള ഒരു അടുപ്പം അത് എങ്ങനെയായിരുന്നു? കാരണം അവർ സഹോദരൻ എല്ലാ സമയത്തും സഹോദരിയുടെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരു ഇഴയടുപ്പം സഹോദരങ്ങൾ എന്ന നിലയിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് നാട്ടുകാർക്ക് അറിയാമോ? തീർച്ചയായിട്ടും അറിയാം. ഇവരെ എവിടെ പോയാലും അമ്മയും ഈ 2 മക്കളും അവരുടെ ശ്രീതുവിൻ്റെ 2 കുട്ടികളും ഒരുമിച്ചേ പോകാറുള്ളൂ. ഒരു വിവാഹമായാലും ക്ഷേത്ര ദർശനം നടത്താൻ പോകണമെങ്കിൽ പോലും ഇവർ ഒരുമിച്ചേ പോകാറുള്ളൂ. പക്ഷേ ഇത്തരണത്തിലുള്ള ചാറ്റൽ ബന്ധവും കാര്യങ്ങളും നാട്ടുകാർ നിന്ന് ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. കാരണം അങ്ങനെ ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് യാതൊരു സംശയവുമില്ല അവരെക്കുറിച്ച്. അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് അതുമായിട്ടുള്ള ഒരു സിംറ്റംസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ നിവൃത്തിയില്ല. ഇന്നാണ് ഞാനും ഉൾപ്പെടെയുള്ളവർ അറിയുന്നത് ഇത്തരണത്തിൽ ഒരു ബാന്ധവം ഉണ്ട് എന്നറിയാൻ കഴിയുന്നത് ഇന്നാണ്. നമുക്കറിയില്ല ശ്രീ സുനിൽ, ഇതിലെന്താണ് അത് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അതിലൊരു ഫോർഗോൺ കൺക്ലൂഷൻ വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ തന്നെ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട. പക്ഷേ അങ്ങനെ ചില സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഈ കിട്ടുന്ന വിവരങ്ങൾ, തെളിവുകൾ എന്ന് നമുക്ക് അല്ലാതെ ചില അറിവുകളുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇവർ ഒന്നിച്ചാണ് എല്ലായിടത്തും യാത്ര ചെയ്തിരുന്നത് എന്ന് താങ്കൾ പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു കുടുംബം എന്ന നിലയിൽ അമ്മയും 2 മക്കൾ, അവരുടെ മക്കളെല്ലാം ഒരുമിച്ച് അവിടെ സുഖമായി കഴിയുകയായിരുന്നു എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ശ്രീജിത്തും ഈ അളിയൻ, അതായത് ഭാര്യയുടെ സഹോദരൻ ഹരികുമാറുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു വിഷയം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു വഴക്കോ അങ്ങനെ ഒരു ബഹളമോ ഉണ്ടായതായിട്ട് ഇന്നേ വരെ ഞങ്ങൾക്കാർക്കും അറിയത്തില്ല. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഞങ്ങളിപ്പോഴും അടിവരയിട്ട് സംശയിക്കുന്നത് ഈ ഹരികുമാർ എന്ന് ദൗത്യം നടത്തിയെന്ന് പറയുന്ന ആളിന് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയത്തില്ല. അത് അടിവരയിട്ട് വിശ്വസിക്കുന്നു. കാരണം ഇയാൾ ഇന്നേ വരെ ഒരു പ്രതിയാകാത്ത ആളാണ്. കുറച്ചുകൂടി വളരെ വിശദമായി പറഞ്ഞാൽ 10 രൂപ ചില്ലറ മാറ്റിയെടുത്താൽ എണ്ണിയെടുക്കാൻ വ്യക്തമായി അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഈ ഹരികുമാർ എന്ന കഥാപാത്രം.
അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരമൊരു പശ്ചാത്തലം എങ്ങനെ വന്നു? ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാൻ കഴിയത്തില്ല. ഈ നാട്ടുകാരായ ഞങ്ങൾ മുഴുവനും സംശയിക്കുന്നത് ഇതിനകത്ത് നല്ല ബുദ്ധിയും സാമർഥ്യവുമുള്ള ആരുടെയോ കരങ്ങളുണ്ട്. അത് ഞങ്ങൾ സംശയിക്കുന്നത് ശ്രീധുവിനെയാണ്. കാരണം ശ്രീധു ഇത്തരണത്തിൽ ഇവിടെ പൊറോട്ട് നാടകങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ട്. സാമ്പത്തികമായ വിഷയത്തിൽ പൈസ കളഞ്ഞുപോയി എന്ന് പറഞ്ഞ് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, പരാതി പിൻവലിക്കുന്നു. അതുപോലെ ഈ പൈസ കടം വാങ്ങുന്നതിലേക്ക് വേണ്ടി ഈ കുഞ്ഞിനെ ഒരു 2 മാസം മുമ്പ് അമ്മ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, രാഗിണി എന്ന ശ്രീകല ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി ഗേറ്റ് തുറന്നു കിടന്നു. അതുകൊണ്ട് കുട്ടി റോഡിലേക്ക് ചാടി വന്നു. ഇറക്കത്ത് പാഞ്ഞു വന്നൊരു വാഹനമിടിച്ച് കുഞ്ഞ് തെറിച്ചു വീഴുന്നു. അങ്ങനെ കുഞ്ഞ് തെറിച്ചു വീഴുന്നത് കണ്ട് സഹികെട്ട് മുത്തശ്ശി രാഗിണി കിണറ്റിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അത്യാഹിത വിവാദത്തിലാണ്. അതുകൊണ്ട് സാമ്പത്തികമായി സഹായിക്കണമെന്നൊരു ബന്ധുവിനോട് ആവശ്യപ്പെട്ട് പൈസ കടം പറിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിന് പുറകിൽ ഇതിൻ്റെ ബ്രെയിൻ ഞങ്ങൾ നാട്ടുകാർ അടിവരയിട്ട് വിശ്വസിക്കുന്നു ശ്രീധു തന്നെയാണ് ഇതിൻ്റെ ബ്രെയിൻ. ശ്രീധു അറിയാതെ ഇത്തരം കൃത്യം നടക്കില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ശരി, ആ കുടുംബത്തെ നന്നായി അറിയാവുന്ന ആളെന്ന നിലയിൽ, ആ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ എന്ന നിലയിൽ താങ്കൾ പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ ജോർജ് ജോസഫ് സാർ, ഇതിൽ മറ്റൊരു പ്രതി ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? ആ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹരികുമാർ സ്വയം കുറ്റമേറ്റെടുത്തതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ജോർജ് ജോസഫ് സാർ, ഈ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി എസ് ഷാജിയോട് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചു ചോദിച്ച ഒരു ചോദ്യമാണ്, ഹരികുമാർ മാത്രമാണോ ഈ കുറ്റകൃത്യത്തിലെ ഏക പ്രതി എന്ന് ചോദിച്ചപ്പോൾ ഷാജി, ഉദ്യോഗസ്ഥനായ ഷാജി പറഞ്ഞത് അത് തൽക്കാലം ഇപ്പോൾ അയാൾ മാത്രമാണ്, ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം, കസ്റ്റഡിയിലുണ്ടായിരുന്ന അമ്മയെ വിട്ടിരിക്കുന്നു എന്നതാണ്. ഈ വാർഡ് മെമ്പർ പറഞ്ഞത് ജോർജ് ജോസഫ് സാർ ശ്രദ്ധിച്ചല്ലോ. ഇത്രയും വലിയൊരു ഇങ്ങനൊരു ബ്രെയിനൊന്നും ഹരികുമാറിനില്ല. അയാൾക്ക് 10 രൂപയുടെ ചില്ലറ കൊടുത്താൽ പോലും എണ്ണി തിട്ടപ്പെടുത്താൻ അറിയാത്ത ആളാണ്. അപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ശ്രീധുവായിരിക്കുമെന്നാണ്. സഹോദരിയെ സഹായിക്കാൻ സഹോദരൻ കുറ്റമേറ്റെടുത്തതാകാം എന്നൊരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഞാൻ ഏതായാലും അനിൽകുമാർ പറഞ്ഞത്, അതെ, വാർഡ് മെമ്പർ പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹം അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്നു, ആ കുടുംബത്തിൻ്റെ പരിസ്ഥിതികളെല്ലാം. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഞാൻ 1-2 എണ്ണം കേട്ടത്, ഇവർ പണം കൊടുക്കാൻ മേലാതെ പലരിടത്തും പണം ചോദിക്കാൻ പോകുന്നിടത്തൊക്കെ ഇവർ തല മൊട്ടയടിച്ചിട്ട് പോയെന്ന്, ക്യാൻസർ ആയതുകൊണ്ട് തലമുടി പോയെന്ന്, അങ്ങനെയും കൂടെ ഞാൻ കേട്ടു. അപ്പോൾ അവർ നല്ല ആ ഒരു രീതിയിൽ ഒരു നല്ല ഒന്നാം തരം ഒരു ഫ്രോഡ് പോലെ അവർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അത് ശരിയാണ്. അപ്പോൾ അതിന് അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു റോളുണ്ടോ ഇല്ലയോ എന്ന് അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ട് നിർത്തിയത്. അത് DYSP അത് ഇവരെ എല്ലാവരും അവരുടെ ആ കൊച്ചിൻ്റെ മരണാനന്തര ചടങ്ങും എല്ലാം കഴിഞ്ഞിട്ട് അവരെ എല്ലാം വ്യത്യസ്തമായ റോളുകളുണ്ട് ഇവർക്ക്, ഇതിനകത്ത് സാധ്യതയുണ്ട്. അത് അദ്ദേഹം നിശ്ചയിക്കട്ടെ. കാരണം അദ്ദേഹം അത് കണ്ടുപിടിക്കും. കാരണം ഇതിലേക്ക് അദ്ദേഹം വന്നുകൊണ്ട് അവരുടെ ആരെങ്കിലും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും നോക്കും. അത് തന്നെയല്ല, അയാൾക്ക് ഈ ഹരികുമാർ നമ്മൾ പറയുന്ന രീതിയിൽ അത്ര ബുദ്ധിയില്ലെന്ന് പറയാൻ ഒക്കില്ല. കാരണം അയാൾ അവിടെ ആലപ്പുഴയിൽ എവിടെയോ ഒരു ജ്യോതിഷത്തിൻ്റെ അവിടെ പോയി 2-3 മാസം നിന്നതാണ്. അപ്പോൾ അതിനൊക്കെ അയാൾ ആ കാര്യത്തിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന ലെവലായിരിക്കത്തില്ല അയാൾ പുതിയ. കാരണം കണക്ക് കൂട്ടാനും അയാൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉള്ള സാമാന്യ ബുദ്ധി ഉണ്ടാവില്ല. പക്ഷേ ഇയാളും സഹോദരിയും 2 മക്കളും അവരുടെ അമ്മ, വല്യമ്മ, ഇവർ ഒന്നിച്ച് മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനകത്ത് നമുക്ക് ആ ഭർത്താവിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അദ്ദേഹത്തിന് ഇതിനകത്ത് ഒരു റോളും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ പ്രവൃത്തി കൊച്ചിനെ കൊണ്ട് അവിടെ ഇട്ടെന്നുള്ളത് അമ്മയെ ഇനിയും കൺഫ്രണ്ട് ചെയ്യണം. പല കാര്യങ്ങളും വല്യമ്മയും അമ്മയും ഒക്കെ വെച്ച് കണ്ട് അത് DYSP. കാരണം എന്നാൽ ഇത് വളരെ ദുരൂഹമായതുകൊണ്ട് വേറൊരാളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ, ഇയാളൊരു സഡനായിട്ടുള്ള ഒരു ഔട്ട്ബേസ്റ്റിന് ഇയാളങ്ങ് ചെയ്തു പോയതാണോ, അത് നമുക്ക് പറയാൻ ഒക്കില്ല. അത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അല്ല ജോർജ് ജോസഫ് സാർ, ഇതിനകത്ത് ചെറിയ എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു സംശയം പറയുകയാണ് ജോർജ് ജോസഫ് സാർ. ഇപ്പോൾ നേരത്തെ നെയ്യാറ്റിൻകര DYSP സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ കൃത്യം രാവിലെ 6 മണിയോടുകൂടി നടത്തിയിട്ടുണ്ടാകുമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു, ജീവനോടെ കുഞ്ഞിനെ എടുത്ത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ടു എന്നാണ്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ അറിഞ്ഞതുപോലെ അച്ഛൻ അടുത്തുണ്ട്, അമ്മ അവിടെയുണ്ട്, മൂത്ത മകളുണ്ട്, മുത്തശ്ശിയുണ്ട്. ഇവരൊക്കെ ഉള്ളപ്പോൾ ഇവരാരും അറിയാതെ ഇത് ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതിനുശേഷം പിന്നീട് അദ്ദേഹം കിടന്ന ആ കട്ടിലിന് തീയിടുന്നു, പിന്നെ പുറത്ത് 3 തൂങ്ങി മരിക്കാൻ എന്ന പോലെ അവിടെ 3 കുളത്തിട്ട് വെക്കുന്നു. ഇതൊക്കെ ഈ രാവിലെ ഈ സമയം കൊണ്ട് ചെയ്തു എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? യുക്തിസഹമാണോ അത്? അതൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ നേരത്തെ എല്ലാ ദിവസവും രാത്രിയൊക്കെ ചെയ്തിട്ടുണ്ടാകാനാണ് സാധ്യത. പക്ഷേ വളരെ ദുരൂഹത, അതുകൊണ്ടാണ് ദുരൂഹത ഇപ്പോഴും നിൽക്കുന്നത്. അത് മാറ്റിയെടുക്കും. അത് DYSP ആ സംഘം അത് മാറ്റിയെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവർ
അതിന് ഡീപ്പായിട്ടൊക്കെ വന്നിരിക്കുന്നു. വളരെ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ മെൻ്റൽ ഒരു ഡിസോർഡർ പയ്യനുണ്ട്. അതുപോലെ മറ്റവർ ഈ പല രീതിയിലുള്ള ഫ്രോഡ് കാണിച്ചപ്പോഴും അവർക്കും ഏതോ രീതിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഏതായാലും നമുക്ക് ഞാൻ ഇപ്പം മോങ്ങത്ത് മലപ്പുറത്ത് ഒരു കൊച്ചിനെ അമ്മ 3 മാസം പ്രായമുള്ള കൊച്ചിനെ തൊട്ടിക്കകത്ത് വെച്ച് കൊന്നു. കേരളത്തിൽ ഞാൻ പൊതുവെ നോക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികളും ഇവിടുത്തെ സ്ത്രീകളും അതുപോലെ സഫർ ചെയ്യുകയാണ് കേരളത്തിൽ. അത് ഗവൺമെൻറ്റും ബാലാവകാശ കമ്മീഷനും അതുപോലെ ഇവിടുത്തെ പുരുഷന്മാരും നോക്കണം. ഞാൻ ഒത്തിരി കേസ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നതുകൊണ്ട് അതിൽ ചാനലിലൊക്കെ ഇങ്ങനെ ദൈനംദിന ഓരോ ചർച്ച കാണുമ്പോൾ അന്തം വിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ത്രീകളും കൊച്ചുങ്ങളും അതുപോലെ എല്ലാ വീടുകളിലും സഫർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഡ്രഗ്സിൻ്റെ ഇപ്പോൾ ചോറ്റാനിക്കരയാണ് ഇന്നലെ ചേന്നമംഗലത്തോ അവിടെ ഒരു കുട്ടിയെ ലിവിങ് ടൂതർ എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ വന്ന് ആ കുട്ടിക്ക് ഡ്രഗ്സ് കൊടുത്തു. അതിനുശേഷം അതിനെ പല രീതിയിൽ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ എനിക്ക് സംശയമുണ്ട്. അതിനെ ഇപ്പം അത് മരണപത്രത്തിൽ കിടക്കുകയാണ്. അതിൻ്റെ തലയ്ക്ക് ചുറ്റിക്കൊണ്ടാണ് അവൻ അടിച്ചത്. ഞാൻ ബാലാവകാശ കമ്മീഷൻ്റെ അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. ഗവൺമെൻറ് അടിയന്തരമായിട്ട് പോലീസ് ആക്ടിനകത്ത് ഒരു വകുപ്പ് മാറ്റണം, ഒരു വകുപ്പ് ഉണ്ടാക്കണം. കാരണം എന്നാണെന്നറിയോ, നമുക്ക് എല്ലാ സ്ഥലവും ഡ്രഗ്സ് അഡിക്ഷൻ പെൺകുട്ടികളും ആൺകുട്ടികളും ധാരാളം പേരായി കഴിഞ്ഞു. നമ്മൾ എങ്ങനെയാണ് ഇത് അഡ്വൈസ് ചെയ്ത് ഇങ്ങനെ ഇത് ചർച്ച ചെയ്ത് വെക്കില്ല. അതിന് പോലീസ് ആക്ട് ഒരു പ്രൊവിഷൻ ഉണ്ടാക്കണം. ഡ്രഗ്സ് അഡിക്റ്റായ ഒത്തിരി ആൾക്കാരെ എന്നെ മാതാപിതാക്കൾ വന്ന് കാണുന്നുണ്ട്. എന്ത് ചെയ്യാൻ നോക്കും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ്റിന് ഇത് ചെയ്യേണ്ടത് ഞാൻ വിചാരിക്കുന്നത് എല്ലാ താലൂക്ക് ആശുപത്രികളിലും ബാലാവകാശ കമ്മീഷൻ അവിടെ 3, 4, 5 മുറികൾ അവിടെ ഉണ്ടാക്കണം. കാരണം ഓരോ സ്കൂളുകളിൽ ഇതുപോലെ കോളേജിലുള്ള ഈ ഡ്രോപ്പ് ഔട്ടായ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കണ്ടെത്തി പരാതി പറയുന്ന ഇതുപോലെ വയലൻ്റ് ആകുന്ന കൂടി ഇപ്പം തന്നെ നെടുമങ്ങാട് ട്രിവാൻഡ്രം റൂറലിൽ ഒരു കുട്ടിയെ അവർ ശനിയാഴ്ച മറ്റ് 4 പയ്യന്മാരൊന്ന് റോട്ടിലിട്ട് കുത്തി. അതുപോലെ ഇന്ന് ബസ്സിനകത്ത് സഞ്ചരിച്ചപ്പം ഒരു 9ാം ക്ലാസ്സുകാരനെ +1കാരൻ കുത്തി. അതെല്ലാം ഡ്രഗ്സ് അടിക്കുന്ന കുട്ടികളെ നമ്മൾ അറിയുന്നില്ല, മാതാപിതാക്കളും അറിയുന്നില്ല. ഇതുപോലെ വയലൻസിലോട്ട് പോകുന്ന കുട്ടികളെ പോലീസ് ആക്ട് അനുസരിച്ച് 30 ദിവസമോ 60 ദിവസമോ 90 ദിവസമോ അത് അണ്ടർ ട്രീറ്റ്മെൻറ്റ് ചൈനയിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അത് അണ്ടർ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് അവരെ ഡീറ്റെയിൻ ചെയ്യണം. അത് ജോലിയുള്ളവരായാലും ശരി പഠിക്കുന്നവരായാലും ശരി അതിനുള്ള പ്രൊവിഷൻ വേണം. പോലീസ് ആക്ടിനകത്ത് പ്രൊവിഷൻ ഉണ്ടാക്കണം പോലീസ്. അതുകൊണ്ടാണ് ആ ബാലാവകാശ കമ്മീഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് നടക്കുന്നത്. അല്ലാതെ നമുക്കിതിനകത്ത് മാർഗ്ഗമില്ല. കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കധികം ചിലവ് വരത്തില്ല. അവിടുത്തെ 3-4 മുറികൾ ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് സൈക്യാട്രി ബാലാവകാശ കമ്മീഷൻ്റെ നേതൃത്വത്തിലും അതുപോലെ സൈക്യാട്രി അവിടെ നമുക്ക് അവൈലബിൾ ആണ്. താലൂക്ക് ആശുപത്രി ഒരാളെങ്കിലും കാണാൻ വല്ല അടുത്ത എന്തെങ്കിലും വന്നോളും. അപ്പോൾ അതിനൊന്നും നമുക്ക് ചിലവ് വരുന്നില്ല. നമുക്ക് ഈ കുട്ടികളെ ട്രീറ്റ് ചെയ്യാനും ഇവരെ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് കൊണ്ടുവരാനും 3 മാസമോ 6 മാസം കഴിയുമ്പോൾ കുറച്ച് വ്യത്യാസം വരും. അങ്ങനെ ഒരു സംവിധാനം പോലീസ് ആക്ടിന് ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ട് വേണം. അതിന് പോലീസിന് അധികാരം കൊടുക്കണം. പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് വരുന്ന കുട്ടികളെ അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം. അതവിടെ അവർക്ക് ഫീഡ് ചെയ്യണം, ചിലവെല്ലാം കൊടുക്കണം. അതിന് ബാലാവകാശ കമ്മീഷൻ ഇഷ്യൂ ഞാൻ വേറൊരു ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഞാനൊന്ന് ശ്രീമതി വീണയിലേക്ക് പോട്ടെ. ശ്രീമതി വീണ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പറഞ്ഞോളൂ. ഈ ലിവിങ് ആ കുട്ടി എറണാകുളത്തെ ലിവിങ് ചാറ്റാനിക്കര എവിടെ അത് ലിവിങ് ടൂതറാണ്. ലിവിങ് ടൂതറിന് പുതിയൊരു കാര്യം വന്നിട്ടുണ്ട്. അത് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ കല്യാണം കഴിക്കൊന്നും വേണ്ട, ഒന്നിച്ച് താമസിക്കില്ല, അത് പഞ്ചായത്തിലൂടെ രജിസ്റ്റർ ചെയ്യണം. കാരണം അതിലുണ്ടാകുന്ന കുട്ടികളെ ഇപ്പം കൊല്ലുന്നുണ്ട്. അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് ഇവർക്ക് 2 പേർക്കുള്ള സ്വത്തിന് അവകാശം കിട്ടണം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ലീഗലായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലിവിങ് ടൂതർ എവിടെയെങ്കിലും ആരും നടത്തണം. അവിടുത്തെ വാർഡ് മെമ്പറും മറ്റൊരു അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെ പഞ്ചായത്ത് കൊണ്ട് രജിസ്റ്റർ ചെയ്യണം. ഇവർ 2 പേരുടെ അഡ്രസ്സും കിട്ടണം. കാരണം അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ നമുക്ക് സമൂഹത്തിന് വേണം. അതുകൊണ്ടാണ് ആ കാര്യം കൂടെ പറയുന്നത്. ശരി സർ. ശ്രീമതി വീണ, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹികമായ മൂല്യങ്ങളിലെ അപജയങ്ങൾ എന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ താങ്കൾക്കറിയാം ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്, അതായത് തലമുറകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ വളരെ കൂടിയിരിക്കുന്നു നമ്മുടെ കാലത്ത്. കാരണം ഇപ്പോൾ എൻ്റെ തലമുറയും എൻ്റെ കുഞ്ഞുങ്ങളുടെ തലമുറയും 2 ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് അവർക്കോ അവരുടെ സങ്കല്പങ്ങളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ വിചാരങ്ങളും ഒന്നും എനിക്ക് മനസ്സിലാക്കാനോ കഴിയാത്ത തരത്തിൽ നമ്മൾ 2 ധ്രുവങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. അതിന് കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാങ്കേതിക വിദ്യയുടെ മേലുള്ള നമ്മളെക്കാൾ വലിയ സ്വാധീനമാണ് അവരുടെ മേലുള്ള സ്വാധീനവും. അപ്പോൾ ഈ തുറന്ന സംസാരം അല്ലെങ്കിൽ തുറന്ന ആശയവിനിമയം ഉണ്ടാകുന്നില്ല.
ആളുകളെല്ലാം അവരവരുടെ ഇഷ്ടങ്ങളിലേക്കും അവരവരുടെ താല്പര്യങ്ങളിലേക്കും മാത്രം ഒതുങ്ങിപ്പോകുന്നു. ഇത് കേരളത്തിൻ്റെ സമൂഹം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ്. കാരണം തൊട്ട അയൽ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാത്ത ഒരു കൂട്ടായ്മയായി നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാമൂഹിക ബന്ധങ്ങളിൽ സാമൂഹിക ക്രമത്തിൽ വരുത്തേണ്ട മാറ്റമാണോ ഇനി നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം? അതോടുകൂടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുറഞ്ഞു വരുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? അതല്ല, കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്ന അവർക്ക് വലിയ മാതൃകാപരമായ ശിക്ഷ നൽകി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് എന്താണ് താങ്കൾ കരുതുന്നത്? അല്ല, ഞാൻ വിചാരിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഇവിടെ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആ നിരക്കിനനുസരിച്ച് കൃത്യമായ രീതിയിൽ ട്രയൽ നടത്തി പണിഷ്മെൻ്റ് നൽകേണ്ടവർക്ക് പണിഷ്മെൻ്റ് നൽകണം. നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പണിഷ്മെൻ്റ് കോൺസെപ്റ്റ് അല്ല, ഇപ്പോൾ റിഫർമേറ്റീവായിട്ടാണ് പണിഷ്മെൻറ്റിനെ പോലും നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ, പിന്നീട് ഇവരുടെ റിഹാബിലിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് സിസ്റ്റം എത്ര ഇഫക്റ്റീവ് ആണെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ പോകേണ്ടതെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം, നമ്മുടെ തൊട്ട് നെയ്ബർ ആരാണ്, ഇപ്പോൾ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നു, നമുക്കറിയില്ല പല സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ പഴയ കാലത്തെ പോലെ കമ്മ്യൂണിക്കേഷൻസോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് വളരുന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. പിന്നെ ഈ സോഷ്യൽ കണക്റ്റ് ഇല്ല എന്ന് പറയുമ്പോഴും ഇപ്പം നമുക്ക് ചില ക്ലബ്ബുകൾ അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻസ് ഇവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുന്നവർ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഇവർ ചിലപ്പോൾ ഡാൻസ് കളിക്കും, പാട്ട് പാടും, വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലുള്ള അന്തരീക്ഷം, വീട്ടിലുള്ള അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലുള്ള ബന്ധം, അവരെ എത്ര ഓപ്പണായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു, ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. കാരണം നമ്മൾ കാണുന്നത് പല സ്ഥലത്തും പോയി ഡാൻസ് കളിച്ച് പാട്ട് പാടി ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ വീഡിയോസ് ഇടുന്നു. അതിനപ്പുറത്തെ എന്തിന് നമ്മുടെ യൂട്യൂബ് ചാനൽസ് തന്നെ നടത്തിയിട്ടുള്ള എത്രയോ പേര് അവരുടെ മരണശേഷമാണ് അവർ ഇത്ര സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്യുമ്പോഴായിരിക്കും ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ പിന്നീട് എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഒരു മനുഷ്യനും പുറത്ത് പ്രൊജക്റ്റ് ചെയ്യുന്ന ചിരിയോ സന്തോഷമോ അല്ല അവരുടെ ജീവിതം എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ പുറത്ത് കാണിക്കുന്ന നമ്മുടെ ഒരു മുഖത്തിനപ്പുറം വളരെയധികം സംഘർഷങ്ങളും ആശങ്കകളും ആകുലതകളും വേദനകളും ഒക്കെ ഉള്ളതും. ഇപ്പം നമ്മുടെ ഒരു പ്രശ്നം വിളിച്ച് നമ്മുടെ ഒരു സുഹൃത്തിനോട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര സുഹൃത്തുക്കൾക്ക് അത് കേൾക്കാനുള്ള, പഴയ കാലത്തെ പോലെ സൗഹൃദ ബന്ധങ്ങളല്ല, എല്ലാ മെറ്റീരിയൽസ് അതുപോലെ അവരൊരു സൗഹൃദം കീപ്പ് ചെയ്യുന്നത് പോലും എന്തെങ്കിലും ഒരു ബെനിഫിറ്റിന്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഒരു അല്പം കിട്ടുന്ന ഒരു ലെഷർ ടൈമിൽ കിട്ടുന്ന ഒരു എൻജോയ്മെന്റിന് അപ്പുറത്തേക്ക് സൗഹൃദങ്ങളുടെ വാല്യൂ പോലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന തരത്തിലാണ് പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ 5000 കൂട്ടുകാരുള്ളവർ, ശരിക്കുമുള്ള വ്യക്തി ജീവിതത്തിൽ ഒരു നല്ല സുഹൃത്ത് പോലും ഇല്ലാത്തവർ എത്രയോ പേരുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഞാൻ വിചാരിക്കുന്ന ഗവൺമെന്റിനെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഗവൺമെൻറ്റിന് വളരെ ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആശാ വർക്കേഴ്സ് അടക്കമുള്ള ഒരു ഹെൽത്ത് സിസ്റ്റത്തിനെ ഇപ്പോൾ നിലവിലുള്ള ഇതിനെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ അവർക്കടക്കം ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഓരോ വീടുകളിലും എന്തൊക്കെ സംഭവിക്കുന്നു കുറച്ചുകൂടി ക്ലോസറായിട്ട് കുടുംബങ്ങളെ ഇവിടെ പഞ്ചായത്ത് മെമ്പർ ആ കുടുംബത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ ഓരോ പ്രദേശങ്ങളിലും അവിടുത്തെ ആശാ വർക്കർമാരെ അടക്കമുള്ളവർ സജ്ജരാക്കിക്കൊണ്ട് വേണമെങ്കിൽ ഇപ്പൊ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് എത്ര ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാം. അവർക്ക് കുറച്ച് വീടുകളെ കാണും, ആ വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വീട്ടിലുള്ള മെമ്പേഴ്സിന്റെ ആരും പുറത്ത് പറയാൻ പെട്ടെന്ന് തയ്യാറാവില്ല. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ അത് നമ്മുടെ സ്വകാര്യതയാണ്. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് നമ്മളെ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സാധാരണ മനുഷ്യരെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ആ വ്യക്തികളുടെ പ്രശ്നം മാത്രമല്ല, ഒരുപാട് വ്യക്തികളുടെ പ്രശ്നം ചേർന്ന് വരുമ്പോൾ ഒരു സമൂഹത്തിന്റെ പ്രശ്നമായിട്ട് മാറും, സമൂഹത്തെ ജീർണതയിലേക്ക് അത് നയിക്കും. ഇപ്പൊ ഈ നേരത്തെ വീണ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതും പരിശോധിക്കേണ്ടതും പരിഹരിക്കേണ്ടതുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഞാനൊന്ന് ഇടപെടുകയാണ്. എനിക്ക് വാർഡ് മെമ്പറോട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ശ്രീ സുനിൽ, ഈ താങ്കൾ ആ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. ആ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ അടിവരയിട്ട് പറഞ്ഞത് അവരുടെ കുടുംബത്തിനകത്ത് ഈ ശ്രീജിത്ത് എന്ന ഭർത്താവിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആ കുടുംബം എല്ലാ കാര്യങ്ങളിലും ഒറ്റക്കെട്ടായി നിന്നു. അതായത് അമ്മ,
അവരുടെ മകളും മകനും മകളുടെ 2 മക്കൾ ഇങ്ങനെ ഒറ്റക്കെട്ടായി നിന്നു. ഈ 2 വയസ്സുകാരി കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്താൻ പാകത്തിൽ ഒരു സംഭവം ഇന്നലെ രാത്രി ഉണ്ടായി. അതിനെ തുടർന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണോ താങ്കൾ കരുതുന്നത്, വിശ്വസിക്കുന്നത്? അതല്ല ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്നാണോ? കാരണം ഈ ഹരികുമാറിന് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്നാണല്ലോ ഈ ആ കുടുംബത്തെ അടുത്തറിയാവുന്ന ആളെന്ന നിലയിൽ താങ്കളുടെ ഉറച്ച ബോധ്യം. ഇത് അങ്ങനെ ഈ കുഞ്ഞിനെ കൊല്ലാൻ കണക്കുള്ള ഒരു സംഭവം ഉണ്ടായതായിട്ട് ഞങ്ങൾക്കോ അയൽവാസികൾക്കോ അങ്ങനെ ഒരു വിഷയം ഈ വീട്ടിലുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് പൊതുവിൽ അറിയാവുന്നത് സാമ്പത്തികമായൊരു ബാധ്യത ഈ വീട്ടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ കാരണക്കാരിയും ശ്രീതു തന്നെയാണ്. പക്ഷേ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവിടെ ഇന്നലെ ശ്രീതുവിൻ്റെ ഭർത്താവ് വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഒരു ബഹളമോ വഴക്കോ അങ്ങനെ പരിസരവാസികൾക്ക് കേൾക്കാൻ കണക്കിന് വലിയൊരു വിഷയമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഇതിനകത്ത് അവിടെ എന്ത് സംഭവിച്ചാലും അമ്മയും അതായത് ശ്രീകല എന്ന രാഗിണിയും ശ്രീതുവും ഈ ഹരികുമാറും അറിയാതൊരു കാര്യം ഇതിനകത്ത് ഇന്നേ വരെ വീട്ടിനകത്ത് നടത്തിയിട്ടുള്ളതായിട്ട് നാട്ടുകാരായ ഞങ്ങൾക്ക് ആർക്കും തന്നെ അറിവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ സംഭവത്തിലും. കാരണം ഉദാഹരണം ഇന്ന് രാവിലെ വന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ശ്രീകല എന്ന രാഗിണി പറഞ്ഞതൊരഭിപ്രായം, ശ്രീതു പറഞ്ഞത് മറ്റൊരഭിപ്രായം. 2 മണിക്ക് ഒരാൾ വന്ന് കിണറിനടുത്ത് നിൽക്കുന്നു, പുറത്ത് നിൽക്കുന്നതായി കണ്ടതാരാണ്? ഈ മരിച്ച കുട്ടിയുടെ ചേച്ചി 7 വയസ്സിനകം പ്രായമുള്ള പാർവണേന്ദു കണ്ടു എന്നാണ് എന്നോട് ശ്രീതു പറഞ്ഞത്. ഞാൻ ശ്രീതുവിനോട് ഈ കുട്ടിയോട് ഞാൻ ചോദിക്കുമ്പോൾ കുട്ടി പറഞ്ഞത്, ഞാൻ ചോദിച്ചു ആണാണോ പെണ്ണാണോ വന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് അത് നന്നായിട്ടറിയില്ല, ഞാൻ നിഴൽ കണ്ടു എന്നാണ്. എത്ര മണിക്ക്? 2 മണിക്ക്, വെളുപ്പിന് 2 മണിക്കാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ വീട്ടിനകത്ത് ഈ ഹരികുമാർ കിടന്ന മുറിക്കകത്ത് തീപിടുത്തമുണ്ടായതായി അവർ പറയുന്നു. അതിൻ്റെ ലേബലുമുണ്ട്. അത് തീപിടിച്ചു, അതണച്ചു. ഈ ഹരികുമാർ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുന്ന ശീലമില്ല. അപ്പോൾ ഈ 2 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയത്ത് വെളുപ്പിന് ആ മുറിക്കകത്ത് തീപിടിക്കാനുള്ള സാധ്യതയില്ല. വെള്ളം കൊണ്ട് ഒഴിച്ച് തീ അണച്ചിട്ടുണ്ട്. മണ്ണെണ്ണയുടെ നല്ല നാറ്റം ആ മുറിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം സംഭവിക്കുമ്പോൾ ശ്രീകലയും ശ്രീതുവും ഈ ശ്രീതുവിൻ്റെ ഭർത്താവടക്കം ഉണർന്നിരുന്നു എന്നല്ലേ നമ്മൾ കാണേണ്ടത്. പിന്നെ അത് മാത്രവുമല്ല, വെളുപ്പിന് 5 മണിക്ക് ശേഷം കോട്ടുകാൽക്കുടം മുത്താരമ്മൻ ദേവീക്ഷേത്രത്തിൽ രാവിലെയുള്ള റേഡിയോ ഗാനം കേട്ടതിന് ശേഷമാണ് ശ്രീതു ബാത്റൂമിലേക്ക് പോകുന്നത്. ബാത്റൂമിൽ പോകുമ്പോഴേക്കും ഈ മരണപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്ത് കിടക്കുന്നു. ഞാൻ ബാത്റൂമിലിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. ഞാൻ അമ്മയെ വിളിച്ചു പറയുന്നു, അമ്മ മോള് കരയുന്നു എന്ന് പറയുന്നു. ബാത്റൂമിൽ നിന്ന് ഞാൻ ഫ്രഷായി തിരിച്ചു വരുമ്പോൾ കുട്ടിയെ കാണുവാനില്ല എന്നാണ്. അപ്പോൾ ഇത് പറഞ്ഞതിലുള്ള വൈരുദ്ധ്യങ്ങളെല്ലാം ഈ വൈരുദ്ധ്യങ്ങളെല്ലാം ശ്രീ സുനിൽ താങ്കൾ പറഞ്ഞതുപോലെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ദേവേന്ദു എന്ന 2 വയസ്സുകാരിയുടെ കൗതുകമുള്ള മുഖം ഇന്ന് ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ ഇടയില്ല. അത് നമ്മുടെ രാത്രികളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നീതി ഉറപ്പാക്കപ്പെടേണ്ടതാണ്. പ്രതി ആരായാലും കണ്ടെത്തേണ്ടതാണ്. അന്വേഷണ വഴികൾ ആ വഴിക്ക് നീങ്ങട്ടെ. പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഈ വിള്ളലുകൾ, ഈ വീഴ്ചകൾ, ഇതിന് പരിഹാരം കണ്ടെത്താൻ കൂട്ടായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. പുതുതലമുറയെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞ് തിരുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കേരളം ഇന്ന് അകപ്പെട്ടിരിക്കുന്ന ഈ ക്രൂരതയുടെ ഈ വലയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് കഴിയൂ. ആ ഓർമ്മപ്പെടുത്തലാണ് ഈ ചർച്ച നമ്മുടെ മുന്നിൽ നിരത്തുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.